നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസവും ആവശ്യമുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ വെളിയിലാണോ എങ്ങനെ ചോദിക്കാം? ക്യാ തും ബാഹർ ഹോ? ക്യാ തും ബാഹർ ഹോ? അവൻ വെളിയിലാണോ എന്ന് ചോദിക്കണമെങ്കിൽ ക്യാ വഹ് ബാഹർ ഹേ? ക്യാ വഹ് ബാഹർ ഹേ? അവനാണെങ്കിലും അവളാണെങ്കിലും അങ്ങനെയാണ് ചോദിക്കേണ്ടത്. ക്യാ വഹ് ബാഹർ ഹേ അല്ലെങ്കിൽ ബാഹർ ഹേ ക്യാ, വഹ് ബാഹർ ഹേ ക്യാ, അങ്ങനെ ചോദിക്കാം. നിങ്ങൾ എൻ്റെ വീട്ടിൽ വരുന്നോ എങ്ങനെ ചോദിക്കാം? ക്യാ തും മേരെ ഘർ പർ ആ രഹേ ഹോ? അല്ലെങ്കിൽ തും മേരെ ഘർ പർ ആ രഹേ ഹോ ക്യാ? ക്യാ ആദ്യമോ അവസാനമോ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. നമുക്ക് പറയാൻ കംഫർട്ടബിൾ ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാം. എനിക്ക് കുറച്ച് സമയമെടുക്കും, അതെങ്ങനെ പറയാം? മുझे थोड़ी देर लग जाएगी അല്ലെങ്കിൽ थोड़ी देर लगेगी എന്നും പറയാം. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ അവിടെ എത്തും അങ്ങനെ പറയണമെങ്കിലോ? मैं कुछ ही देर में ഉധർ പഹുഞ്ച് ജാഊങ്ക. മേ കുച്ച് ഹി ദേർ മേം കുറച്ച് സമയത്തിനുള്ളിൽ അവിടെ എത്തും. പഹുഞ്ച് ജാഊങ്ക ഉധർ പഹുഞ്ച് ജാഊങ്ക. ഇനി അവനാണ് കുറച്ച് സമയത്തുള്ളിൽ അവിടെ എത്തും എന്നുള്ളതാണെങ്കിൽ എങ്ങനെ പറയണം? വഹ് തോടി ഹി ദേർ മേ അല്ലെ കുച്ച് ഹി ദേർ മേ ഉധർ പഹുഞ്ച് ജായേഗ എന്ന് പറയണം. പഹുഞ്ച് ജായേഗ. അവളാണെങ്കിൽ പഹുഞ്ച് ജായേഗി എന്ന് പറയണം. നിങ്ങൾ ആഹാരം കഴിച്ചോ എങ്ങനെ ചോദിക്കാം? ക്യാ ആപ്നെ ഖാന ഖാ ലിയ അല്ലെങ്കിൽ ക്യാ ആപ്നെ ഖാന ഖായ എന്ന് ചോദിച്ചാലും മതി. ഞാൻ ആഹാരം കഴിച്ചു കഴിഞ്ഞു എന്നുള്ള അർത്ഥമാണ്. ഹാ മേനെ ഖാന ഖാ ലിയ, മേനെ ഖാന ഖാ ലിയ അല്ലെങ്കിൽ മേനെ ഖാന ഖായ എന്ന് പറഞ്ഞാലും മതി. ഇല്ലെങ്കിൽ എനിക്ക് ഉണ്ടാക്കണം, അതെങ്ങനെ പറയാം? നഹി തോ മുझे ഖാന ബനാന ഹേ. നഹി തോ മുझे ഖാന ബനാന ഹേ അല്ലെങ്കിൽ പക്കാന ഹേ എന്നും പറയാം. നിങ്ങൾക്ക് അവൻ്റെ വീടിൻ്റെ അഡ്രസ്സ് അറിയാമോ എങ്ങനെ ചോദിക്കാം? തുംകോ അല്ലെങ്കിൽ ആപ്കോ. ആപ്കോ ഉസ്കാ ഘർ കാ പത്താ മാലൂം ഹേ. പത്ത എന്ന് പറഞ്ഞാൽ അഡ്രസ്സ്. ആപ്കോ ഉസ്കാ ഘർ കാ പത്താ മാലൂം ഹേ അല്ലെങ്കിൽ ഉസ്കാ ഘർ കാ അഡ്രസ് മാലൂം ഹേ എന്നും ചോദിക്കാമല്ലോ നമുക്ക്. അഡ്രസ് മാലൂം ഹേ. ഞാൻ അവിടെ മിക്കവാറും പോകാറുണ്ട്. മേ വഹാം അക്സർ ജാത്താ ഹും. അക്സർ എന്ന് പറഞ്ഞാൽ മിക്കവാറും എന്നുള്ള അർത്ഥമാണ്. മുझे ഘർ കാ പത്താ മാലൂം ഹേ അല്ലെങ്കിൽ മുझे മാലൂം ഹേ, എനിക്കറിയാം. മേം വഹാ അക്സർ ജാത്താ ഹും, ഞാൻ അവിടെ മിക്കവാറും പോകാറുണ്ട്. ഇന്ന് അവധിയാണോ? ക്യാ ആജ് ഛുട്ടി ഹേ അല്ലെങ്കിൽ ആജ് ഛുട്ടി ഹേ ക്യാ? ഇന്ന് ഞായറാഴ്ചയല്ലേ? ആജ് രവിവാർ ഹേന അല്ലെങ്കിൽ ആജ് സൺഡേ ഹേന. എനിക്ക് ഓർമ്മയില്ലായിരുന്നു, അതെങ്ങനെ പറയാം? മുझे യാദ് നഹീ ഥാ. മുझे യാദ് നഹീ ഥാ. പോകേണ്ട ആവശ്യം എന്താണ്, അതെങ്ങനെ പറയാം? ജാനേ കി ക്യാ ജരൂരത് ഹേ. അവിടെ പോകേണ്ട ആവശ്യം എന്താണ്? ഉധർ ജാനേ കി ക്യാ ജരൂരത് ഹേ. നിങ്ങൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ആപ് ഗുസ്സാ ക്യോം കർ രഹേ ഹേ അല്ലെങ്കിൽ തും ക്യോം ഗുസ്സാ കർ രഹേ ഹോ. അവൻ എന്തു ചെയ്തു? ഉസ്നെ ക്യാ കിയാ. ഉസ്നെ ക്യാ കിയാ അല്ലെങ്കിൽ അവൻ എന്ത് തെറ്റ് ചെയ്തു? ഉസ്നെ ക്യാ ഗൽത്തി കിയാ. ഉസ്നെ ക്യാ ഗൽത്തി കിയാ. അവനോട് ഒച്ച വയ്ക്കരുത്. ഉസ് പർ ചില്ലാവോ മത്. ഉസ് പർ ചില്ലാവോ മത്. ചില്ലാന എന്ന് പറഞ്ഞാൽ ഒച്ച വയ്ക്കുക അല്ലെങ്കിൽ ബഹളം വയ്ക്കുക. സമാധാനമായി സംസാരിക്കൂ.
ശാന്തി സെ ബാത് കരോ. ശാന്തി സെ ബാത് കരോ. അവനോട് സമാധാനമായി സംസാരിക്കൂ. ഉസ്സെ ശാന്തി സെ ബാത് കരോ. നീ എന്താണ് മനസ്സിലാക്കാത്തത്? തും സമജ്തേ ക്യോ നഹി. തും സമജ്തേ ക്യോ നഹി. അല്ലെങ്കിൽ തും ക്യോ സമജ്തേ നഹിയോ, അങ്ങനെ നമുക്ക് ചോദിക്കാം. നിനക്കെന്താണ് മനസ്സിലാവാത്തത്? തുംകോ ക്യോ സമജ് മേ നഹി ആത്താ ഹേ. തുംകോ ക്യോ സമജ് മേ നഹി ആത്താ ഹേ. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്? ആപ്കോ കോൻസാ ചാഹിയേ. കോൻസാ ഏത്? ആപ്കോ കോൻസാ ചാഹിയേ. ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നാണെങ്കിൽ ആപ്കോ ക്യാ ചാഹിയേ എന്ന് ചോദിക്കണം. ഇവിടെ ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ കോൻസാ ചാഹിയേ. ഇത് നല്ലതാണ്. എഹ അച്ചാഹേ എന്നും പറയാം, അല്ലെങ്കിൽ ഏവാല അച്ചാഹേ എന്നും പറയാം. കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണെങ്കിൽ അതിലൊരെണ്ണത്തിനെ തൊട്ട് കാണിക്കുമ്പോൾ നമുക്ക് ഏവാല എന്നിങ്ങനെ പറയാം. ശരി, നിങ്ങൾ എടുത്തോളൂ. അതെങ്ങനെ പറയാം? ठीक है तुम ले लो. ठीक है तुम ले लो. നിങ്ങൾ എടുത്തോളൂ. കാലാവസ്ഥ എങ്ങനെയുണ്ട്? മൗസം കൈസാ ഹേ. ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ആജ് കാ മൗസം കൈസാ ഹേ, അല്ലെങ്കിൽ ആജ് മൗസം കൈസാ ഹേ എന്ന് ചോദിച്ചാലും മതി. ഇന്ന് ഒരുപാട് മഴ പെയ്തു. ആജ് ബഹുത് ജ്യാദാ ബാരിഷ് ഹുയി ഹേ. ആജ് ബഹുത് ജ്യാദാ ബാരിഷ് ഹുയി ഹേ. എന്നേക്കാൾ മുമ്പേ നടക്കൂ. മുജ്സെ ആഗേ ചലോ. മുജ്സെ ആഗേ ചലോ. പുറകോട്ട് മാറൂ. നമ്മൾ പറയത്തില്ലേ പുറകിലോട്ട് മാറ്. പീछे ഹട്ടോ. പീछे ഹട്ടോ. ഹട്ടോ എന്ന് പറഞ്ഞാൽ മാറൂ. മുമ്പേ നടക്കൂ. ആകെ ആകെ ചലോ. മുമ്പേ മുമ്പേ നടക്കൂ. ആകെ ആകെ ചലോ. ഇനി പുറകെ പുറകെ നടക്കും എന്ന് പറഞ്ഞാൽ പീछे പീछे ചലോ എന്ന് പറയണം. കൈ മാറ്റൂ. ഹാത്ത് ഹട്ടാവോ. ഹാത്ത് ഹട്ടാവോ. കൈ മാറ്റൂ. ഇനി കാൽ മാറ്റൂ എന്നാ പറയണ്ടെങ്കിൽ പൈർ ഹട്ടാവോ. അലറി വിളിക്കുന്നത് നിർത്തൂ. ചീഖിന ബന്ദ് കരോ. ചീഖിന ബന്ദ് കരോ. ഒക്കെ കരഞ്ഞു വിളിക്കുന്നവരുള്ള സൗണ്ട് ചീഖിന ബന്ദ് കരോ. ഇപ്പോഴാണ് അറിഞ്ഞത്. അഭി പതാ ചല. അഭി പതാ ചല. ഒരു കാര്യം ഉറപ്പാണ്. അതെങ്ങനെ പറയാം? ഏക് ബാത് തോ പക്കി ഹേ. ഏക് ബാത് തോ പക്കി ഹേ. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് എന്നുള്ള അർത്ഥം വരുന്ന രീതിയിലാണ് ഏക് ബാത് തോ പക്കി ഹേ എന്ന് പറയുന്നത്. ഏക് ബാത് പക്കി ഹേ എന്ന് നമുക്ക് പറയാം. എന്നോട് സംസാരിക്കൂ. മുജ്സെ ബാത് കരോ. മുജ്സെ ബാത് കരോ. ബാത്ത് കരോ. എന്നെ പോകാൻ അനുവദിക്കൂ. മുझे जाने दो. മുझे जाने दो. ഇനി എന്നെ വരാൻ അനുവദിക്കൂ എന്നാ പറയേണ്ടതെങ്കിൽ മുझे ആനെ ദോ എന്ന് പറയണം. എന്നെ പഠിക്കാൻ അനുവദിക്കൂ. മുझे പഠ്നേ ദോ. എന്നെ ഉറങ്ങാൻ അനുവദിക്കൂ. മുझे സോനേ ദോ. അങ്ങനെ നമുക്ക് പറയാം. ഇതാരാണ് ചെയ്തത്? യെ കിസ്നെ കിയ, അല്ലെങ്കിൽ യെ കിസ്നെ കിയ. ഇതാരാണ് ചെയ്തത്? ഇനി ഞാനാണ് ചെയ്തത്. എങ്ങനെ പറയാം? മേനെ കിയ. മേനെ കിയ. നിങ്ങൾ ഇതെങ്ങനെയാണ് ചെയ്തത്? ആപ്നെ എഹ് കൈസേ കിയ, അല്ലെങ്കിൽ തുമ്നെ എഹ് കൈസേ കിയ. അടുത്തത്, നിങ്ങൾ എന്താണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? ആപ് ഹസ് ക്യോ രഹേ ഹേ. ആപ് ഹസ് ക്യോ രഹേ ഹേ. ഹസോ മത്. ചിരിക്കരുത്. നിങ്ങൾ എന്താണ് പറഞ്ഞത്? ആപ്നെ ക്യാ കഹാ. ആപ്നെ ക്യാ കഹാ. അല്ലെങ്കിൽ തുമ്നെ ക്യാ കഹാ. വാതിൽക്കൽ ആരാണ് നിൽക്കുന്നത്?
ദർവാജെ പർ കോൻ ഖടാ ഹേ. ദർവാജെ പർ കോൻ ഖടാ ഹേ. ആരോ പരിചയമില്ലാത്ത ആളാണ്. അതെങ്ങനെ പറയാം? കോയി അൻജാൻ ആദ്മി ഹേ. ആരോ, കോയി, അൻജാൻ എന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്ത. കോയി അൻജാൻ ആദ്മി ഹേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്